ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ലഞ്ച് തയ്യാറാക്കിയാലോ? ഞാനിവിടെ മട്ട അരി എടുത്തിട്ടുണ്ട്. അത് കഴുകാൻ വേണ്ടി നന്നായി ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കും. പിന്നെ ഞാനിവിടെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനം ഞാൻ ചോപ്പറിൽ വെച്ചിട്ടുണ്ട്. സാമ്പാറിന് ശേഷം കുറച്ച് പുളിവെള്ളവും അതിന് സാമ്പാർ പൊടിയിൽ മിക്സ് ആക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായി വെജിറ്റബിൾ വേവിച്ചെടുക്കുക. അതിന് നമ്മളൊരു വറ്റൽ മുളകും കടുകും കുറച്ച് ഉലുവപ്പൊടി അങ്ങനെയെല്ലാം വറുത്ത് നമ്മൾ സാമ്പാറിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാമ്പാർ പൊടിയാണ്. ഡീറ്റെയിൽ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ വേറെയുണ്ട്, സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. സാമ്പാർ റെഡിയായി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ബീറ്റ്റൂട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുക. അതിലേക്ക് നമ്മുടെ പച്ചടി മിക്സ് ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. പിന്നെ കടുക് പൊട്ടിച്ചിടുക. അങ്ങനെ നമ്മൾ ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറായി. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ആണ്. നമുക്ക് പൊതുവെ നാടൻ ഫിഷ് കിട്ടുന്നത് ഏഷ്യൻ സ്റ്റോറിലാണ്. ഞാനിവിടെ ഫിഷ് ഫ്രൈ ആക്കി അതിൻ്റെ കൂടെ തന്നെ പപ്പടം കാച്ചി ചോറുണ്ടാക്കി അത് വാർത്തു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ചോറ്, ബീറ്റ്റൂട്ട് പച്ചടി, സാമ്പാർ, ഫിഷ് ഫ്രൈ, പപ്പടം. ഓക്കെ, നമ്മളെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്നാൽ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.